മേയർ ആര്യ രാജേന്ദ്രൻ്റെ കാര്യത്തിൽ ബേസിക്കലി രണ്ട് പോയിന്റുകളാണ് പറയാനുള്ളത്. പുള്ളിക്കാരി ഒരുപാട് ഇതിനെ കള്ളത്തരങ്ങൾ ഒരുപാട് പറഞ്ഞു ഇതൊന്ന് എന്താ പൊളിപ്പിക്കാൻ വേണ്ടി. അത് കണ്ടിട്ട് പ്രായമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ആരും കണ്ടോ, ഞങ്ങൾ ഇതുകൊണ്ടാണ് നേരത്തെ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തതെന്ന് അവർ പറയും. അംഗീകരിക്കേണ്ട സച്ചിൻ ദേവനെയാണ്. കാരണം ആ പാളയത്തിന് അവിടെ നിന്ന് കയറി ഈ ഒരു ഇഷ്യൂവിന്റെ പേരിൽ ബസ് ഡിപ്പോയിലോട്ട് എടുക്കാൻ പറഞ്ഞപ്പോൾ സച്ചിൻ ദേവ് പറഞ്ഞു എനിക്കൂടെ ഒരു ടിക്കറ്റ് എടുക്കാം. ആ മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. പുള്ളിക്കാരൻ മോശമായിട്ട് എന്തെങ്കിലും ഒരു ആംഗ്യം കാണിച്ചിട്ടുണ്ടാവും. കാരണം എനിക്കും ഈ ന്യൂസിലൊക്കെ പുള്ളിക്കാരൻ്റെ സംസാരം കേട്ടിട്ട് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവം പോലെ തോന്നുന്നുണ്ട്. റോട്ടിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോഴത്തേക്ക് പച്ചത്തെറി വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആര്യ രാജേന്ദ്രൻ ഇപ്പൊ പറയുന്നത് കള്ളത്തരമാണോ അല്ലയോ എന്ന് ആളുകൾ ശ്രദ്ധിക്കുന്നത്. ആര്യ രാജേന്ദ്രൻ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകയാണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ടോപ്പായിട്ടുള്ള കാര്യം. ഈ ആര്യ രാജേന്ദ്രൻ വണ്ടി കൊണ്ടുവന്ന് ക്രോസ് ചെയ്ത് നമ്മുടെ രാവണപ്രഭുവിലെ മോഹൻലാൽ ഇറങ്ങി വരുന്ന പോലെ ഇറങ്ങി വന്ന് മറ്റേ ഡ്രൈവറോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ആയിട്ട് മോശമായിട്ട് നടന്നതിന്റെ ഹിസ്റ്ററീസ് മറ്റും ഉള്ളത് കൊണ്ട് ഇവൻ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് വിശ്വസിക്കാൻ, അല്ലെങ്കിൽ ഇവൻ ഈ തെറ്റ് ചെയ്തു എന്നുള്ളത് വിശ്വസിക്കാൻ വളരെ എളുപ്പമാണെന്നുള്ളതാണ് പറയുന്നത്. എത്ര പേർക്ക് തൊടറ പാക്കലാം ഓർമ്മയുണ്ട്? കൈക്കുഞ്ഞിനെ കൊണ്ട് ഓഫീസിൽ വന്നൊരു ഷോ ഇറക്കിയായിരുന്നു, ഓർമ്മയുണ്ടോ? ആറ്റാൽ പൊങ്കാലയുടെ മറ്റേ എന്തോന്ന് കല്ല് പറക്കി വിറ്റ കാര്യം, നമ്മുടെ മറ്റേ പിൻവാതിൽ നിയമനം. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനല്ല, കമ്മ്യൂണിസം നല്ലതാണ്. കമ്മ്യൂണിസം അവിടെ 2016 വരെയൊക്കെ പാർട്ടിക്കകത്ത് പാർട്ടിയിൽ ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിമർശനങ്ങളാകാമായിരുന്നു. അല്ല, ഈ അന്തം കമ്മികളും ഈ അന്തം സംഖ്യകളും അന്തം കൊങ്ങികളൊക്കെ ഈ നാടിന്റെ ശാപം തന്നെയാണ്. ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞാൽ തമ്പാനൂർ ബസ് സ്റ്റാൻഡാണ്. തമ്പാനൂർ ബസ് സ്റ്റാൻഡ് വരെ ഇവർക്ക് പോകാൻ പറ്റുമെങ്കിൽ മേയറുടെ സ്ഥലമാണ്, തിരുവനന്തപുരമാണ്. ഈ സംഘികൾ എന്ന ലേബലിൽ തന്നെ നമുക്ക് ഇതുപോലത്തെ ആൾക്കാരെ കാണാം. അവരെന്തൊക്കെ പറഞ്ഞാലും ഇതിന്റെ അങ്ങോട്ട് മാറി സംസാരിക്കില്ല. ഒരു MLA ഭാര്യ കൂടിയാണ്. അവരുടെ അധികാരത്തിന്റെ ഭ്രാന്ത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റത്തില്ലേ. തെറ്റുകൾ സമ്മതിക്കുക, എന്താണ് ഇഷ്യൂ എന്ന് മനസ്സിലാക്കുക, അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു വരും. മേയർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരുപാട് പേരോടുള്ള ഒരു കടമയുണ്ട്. ആ പ്രതിച്ഛായയാണ് ഈ പക്വതയില്ലായ്മ കാരണം കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേറെ ട്രോൾ വന്നത് ബസ് കുഴിച്ചുവിടാനായിരുന്നു ആദ്യത്തെ പ്ലാന്, പിന്നെ മെമ്മറി കാർഡ് മാത്രം ഊരി. അല്ല, നമുക്ക് ബ്ലൈൻഡായിട്ട് യദുവിനെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ യദുവിനെ ഒരു രീതിയിലും ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവര് കമ്പ്യൂട്ടറിനെതിരെയൊക്കെ സമരം ചെയ്തത് ഇങ്ങനെ ഒരു തെളിവുണ്ടാവുമെന്നോ? ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് മേയർ ആര്യ രാജേന്ദ്രൻ്റെ വിഷയവും പിന്നെ KSRTC ഡ്രൈവർ യദുവിൻ്റെ വിഷയമൊക്കെയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞു ഇങ്ങനെ ഒരു നമ്മൾ ബസ്സിന് കുറുകെ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതിങ്ങനെ ഒരു തെളിവ് വന്ന് പൊളിഞ്ഞു. അപ്പോൾ തന്നെ ഇവരുടെ ഓരോരോ സംസാരങ്ങളൊക്കെ കേൾക്കുമ്പം തന്നെ എന്തൊക്കെയോ ഗൂഢാലോചനയോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് ഈ യദുവിനെ ബലി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ ആദ്യം തുടങ്ങാം. അതായത് എനിക്ക് മേയർ ആര്യ രാജേന്ദ്രൻ്റെ കാര്യത്തിൽ ബേസിക്കലി രണ്ട് പോയിന്റുകളാണ് പറയാനുള്ളത്. കാരണം ഇവിടെ അലിഗേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീത്വത്തെ അപമാനിച്ചു, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ഒരു സ്ത്രീയോട് അശ്ലീലാംഗ്യം കാണിച്ചു, ഇതൊക്കെയായിരുന്നു സംഭവം. അപ്പോൾ ബേസിക്കലി നമ്മൾ ജസ്റ്റ് ഒരു കോമൺ സെൻസ് ചിന്തിക്കുക. അശ്ലീലാംഗ്യം കാണിച്ചു എന്നുള്ള കാര്യം ഞാൻ എതിർക്കാതിരിക്കുമ്പോൾ പോലും നമ്മളിപ്പം ഒരു KSRTC വണ്ടി ഓടിക്കുകയാണെന്ന് വെച്ചു, ഓക്കെ. നമ്മൾ ഓടിക്കുന്നതിനിടയിൽ യൂഷ്വലി ഇപ്പം നമ്മളിപ്പം ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഒരാളുമായിട്ട് പ്രകോപനം ഉണ്ടാവണമെങ്കിൽ എന്തോ ഒരു പ്രശ്നം അവിടെ നടന്നിട്ടുണ്ട്. അപ്പം മേ ബി ഓവർ സ്പീഡിൽ ഓവർടേക്ക് ചെയ്തോ അല്ലെങ്കിൽ റോങ് സൈഡിൽ കൊടുക്കുക, അങ്ങനെ എന്തോ ഒരു പ്രകോപനം നടന്നിട്ടുണ്ട്. ഈ പ്രകോപനം നടക്കുന്ന സമയത്ത് നമ്മളൊരു അശ്ലീലാംഗ്യം കാണിക്കുന്നുവെങ്കിൽ അത് ആർക്കെതിരെയായിരിക്കും കാണിക്കുന്നത്? ആ വണ്ടി ഓടിച്ച ഡ്രൈവർക്കെതിരെ ആയിരിക്കും കാണിക്കുന്നത്, അല്ലേ? മോസ്റ്റ് പ്രോബബ്ലി അതായിരിക്കും. അല്ലാതെ ആ വണ്ടി ഓടിച്ച ആളിന്റെ ബാക്കിൽ 2 സ്ത്രീകളുണ്ട്, ആ സ്ത്രീകൾക്കെതിരെ ഞാനെങ്കിലും ഒരു അശ്ലീലാംഗ്യം കാണിക്കാം എന്ന് ഞാൻ ആ പുള്ളി കാണിച്ച അശ്ലീലാംഗ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യല്ല. പക്ഷെ ആര്യ രാജേന്ദ്രൻ സ്ത്രീക്കെതിരെ അശ്ലീലാംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പറയാണ്. പർപ്പസ്ഫുള്ളി പുള്ളിക്കാരൻ കാണിക്കുന്ന ആരായിരിക്കും? ആ ഡ്രൈവർക്കെതിരെ ആയിരിക്കും കാണിക്കുന്നത്, അല്ലേ? ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ പല ആൾക്കാരും വണ്ടി ഓടിക്കുന്നതിനിടയിൽ ഇങ്ങനെ റോട്ടിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോഴത്തേക്ക് പച്ചത്തെറി വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായി? ഈ തെറി വിളിക്കുന്നത് ആരെയാണ്? ആ അപ്പുറത്ത് വണ്ടി ഓടിക്കുന്ന വ്യക്തിനെയാണ് അവർ തെറി വിളിക്കുന്നത്, അല്ലേ? ഇതൊന്നാമത്തെ കേസ്. അതിനോട് ചേർന്ന് തന്നെ പറയാനുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആര്യ രാജേന്ദ്രൻ വണ്ടി കൊണ്ടുവന്ന് ക്രോസ് ചെയ്ത് നമ്മുടെ രാവണപ്രഭുവിലെ മോഹൻലാൽ ഇറങ്ങി വരുന്ന പോലെ ഇറങ്ങി വന്ന് മറ്റേ ഡ്രൈവറോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? ഒരു 5-6 വട്ടം പുള്ളിക്കാരി ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? അവൾ ആരായാൽ അവൻ എന്താ? പോയിന്റിലേക്കല്ലേ വരേണ്ടത്. നീ എന്തിനത് കാണിച്ചു? ഈ മേയർ പറയുന്നത് എന്താണ്?
ഒരു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ആ സ്ത്രീ ആരായാലും എന്താ, അതൊരു മേയർ ആയാലും എന്താ, അതൊരു ഡോക്ടർ ആയാലും എന്താ, അതൊരു ടീച്ചർ ആയാലും എന്താ, അതൊരു സാധാ എന്താ പറയുക വീട്ടമ്മ ആയാലും എന്താ, അതിനവിടെ പ്രസക്തി ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് രാജേന്ദ്രൻ വന്നിട്ട് ആര്യ വന്നിട്ട് ഇരുന്ന് എന്താണ് ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ, ഞാൻ ആരാണ്, അതവിടെ പ്രസക്തമല്ല മിസ്റ്റർ. നിങ്ങൾ ആരായാലും നിങ്ങളുടെ കൺസേൺ അശ്ലീലാംഗം കാണിച്ചാണെങ്കിൽ അതവിടെ പറയൂ. അല്ല, നിങ്ങൾ ഇവിടെ ആരാണെന്നുള്ളത് ഇവിടെ രണ്ടാമത്തെ കാര്യമല്ലേ. കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും അവരുടെ ഒരു അവരെ അവരുടെ ഈഗോ ഹർട്ട് ചെയ്തു, ഈഗോ അവര് ഹെർട്ട് കുരുപൊട്ടി ചെയ്തു. ബേസിക്കലി. അതെ അതെ, അപ്പൊ കുരുപൊട്ടി. അതാണ് അവരുടെ പ്രശ്നം. അശ്ലീലാംഗം കാണിച്ചു എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നമാണ്. പിന്നെ ഒന്നാമത്തെ കാര്യം വെച്ചാൽ അശ്ലീലാംഗം അവൻ അതെ കാണിച്ചിട്ടുണ്ടെങ്കിലും അവൻ കാണിക്കാൻ സാധ്യത ഉണ്ടാവുക ഈ പറയുന്ന കാറിലിരിക്കുന്ന ഡ്രൈവറോടായിരുന്നു. അതുപോലെ തന്നെ കാറിലിരിക്കുന്ന ഡ്രൈവർ എന്താ പറയാ അങ്ങനെ എന്തോ കൈ താഴെയിട്ട് അശ്ലീലാംഗം കാണിക്കുന്നു, അതും രാത്രി ഒരു 9:30 സമയത്ത് അങ്ങനെ കാണിക്കുന്നു. അതൊക്കെ ചെറിയ വിശ്വസനീയത കുറവുണ്ട്. പിന്നെ അതെ ഇതില് രണ്ടാമത്തെ ചേട്ടാ, പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് വരുന്നതിന് മുമ്പേ ഡെവിനെ, വിനീത് ചേട്ടാ, ഇങ്ങനെ സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടന്നു എന്നുള്ളൊരു വുമൺ കാർഡ് എടുത്തിടുമ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനത്തെ ജെനുവിനിറ്റി ആയിട്ടുള്ള വിഷയങ്ങൾ വരുമ്പം അതിനെ സംശയാതീതമായിട്ട് നോക്കാൻ ആളുകൾക്ക് പറ്റുമോ? അല്ല, അതാണ് ഇപ്പം പൊതുവെ ഇപ്പം ഇങ്ങനത്തെയൊക്കെ ഒരു വിഷയം വരുമ്പം പൊതുവെ ജനങ്ങളെല്ലാം സാധാരണ സ്ത്രീകളെ കൂടെ നിൽക്കേണ്ടതാണ്. പക്ഷെ എന്നിട്ടും ഇപ്പോൾ ഈ ആര്യ ഇത്രയും ഇത്ര അറ്റാക്ക് വരാനുള്ള മെയിൻ കാരണം പുള്ളിക്കാർ ഒരുപാട് ഇതിനെ കള്ളത്തരങ്ങൾ ഒരുപാട് പറഞ്ഞു ഇതൊന്ന് എന്താ പൊളിപ്പിക്കാൻ വേണ്ടി. അത് ക്യാമറയിൽ പിടിക്കുകയും അതെല്ലാം ഓരോ ദിവസം കള്ളത്തരമാണെന്ന് തെളിഞ്ഞു വരികയും. അപ്പൊ അതൊക്കെയാണ് പുള്ളിക്കാർക്ക് ഇപ്പൊ എതിരാവുന്നത്. മേ ബി ഇപ്പം പറഞ്ഞതുപോലെ പുള്ളിക്കാരൻ മോശമായിട്ട് എന്തെങ്കിലും ഒരു ആംഗ്യം കാണിച്ചിട്ടുണ്ടാവും. കാരണം എനിക്കും ഈ ന്യൂസിലൊക്കെ പുള്ളിക്കാരൻ്റെ സംസാരം കേട്ടിട്ട് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവം പോലെ തോന്നുന്നുണ്ട് ആ ഡ്രൈവറിൻ്റെയൊക്കെ. അപ്പം മേ ബി നമ്മൾ കണ്ടിട്ടുണ്ട് KSRTC ഡ്രൈവർ കുറച്ചൊക്കെ ഇങ്ങനത്തെ ഒരു വിഭാഗത്തിലുള്ള നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് മേ ബി ചിലപ്പോൾ അങ്ങനെ നടന്നിട്ടുണ്ടാവാം. പക്ഷേ പുള്ളിക്കാരി എന്താണ് അധികാരം ഉപയോഗിച്ച് കുറെ കാര്യങ്ങൾ എന്താണ് ഇപ്പം പുള്ളി ജോലിയിൽ നിന്ന് മാറ്റാനായിട്ടുള്ള ഇതും ഈ CCTV തെളിവുകൾ നശിപ്പിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് എതിരാവുന്നുണ്ട്. ഒരു കാര്യം ഡെവിനെ, അതാണ് മിക്കാത്തതും ഒരു കാര്യം അതാവാം. ഡെവിനെ, അതാണ് ലാസ്റ്റ് അവസാനം വുമൺ കാർഡ്. അതായത് ഇപ്പൊ ആര്യ രാജേന്ദ്രൻ ഇപ്പൊ പറയുന്നത് കള്ളത്തരമാണോ അല്ലയോ എന്ന് ആളുകൾ ശ്രദ്ധിക്കുന്നില്ല. ആര്യ രാജേന്ദ്രൻ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകയാണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ടോപ്പായിട്ടുള്ള കാര്യം. ഒരു കമ്മ്യൂണിസ്റ്റുകാരിയാണ്. ഇപ്പൊ എല്ലാവർക്കും വെറുപ്പായിട്ടിരിക്കുന്ന ഒരാൾ സത്യം ചെയ്താലും അവിടെ കള്ളം പറഞ്ഞാലും സത്യം പറഞ്ഞാലും ആളുകൾക്ക് അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം. അതിന്റെ ഒപ്പം ഓരോ ഉടായ്പ പരിപാടി കാണിക്കുമ്പോൾ ആളുകൾ കൃത്യമായിട്ട് അതിന് എതിര് വരത്തേ ഉള്ളൂ. കാണിച്ചോണ്ടിരിക്കുന്നത് ഫുള്ള് ഉടായ്പ. മെമ്മറി കാർഡ് കണ്ടില്ല, അത് കണ്ടില്ല, അത് വേറൊരു ഏതോ ഒരു റോഷനിയോ ഏതൊരു ആക്ട്രസിനെ ഒക്കെ ഇറക്കുന്നു, ഗുരുവായൂർ വെച്ച് ശല്യം ചെയ്തു പറയുന്നു. അത് നമുക്ക് സംസാരിക്കാം, അത് സംസാരിക്കാം ഡെവിനെ. അല്ല, ഇവിടത്തെ ഇതിപ്പം വുമൺ കാർഡിനെ കുറിച്ച് എന്താ അഭിപ്രായം? അവസാനം ഇത് ഈഗോ ഹെർട്ട്, നിനക്ക് എന്താ തോന്നുന്നത്? ഈഗോ ഹെർട്ട് ചെയ്തതാണോ അതോ കറക്റ്റ് ആയിട്ടുള്ള ഇൻസിഡന്റ്? ഇത്ര ന്യൂസ് ആയില്ലേ. ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ചീഞ്ഞളിഞ്ഞാലും മറ്റവനെ നശിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മൾ പല കേസിൽ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ആര്യ രാജേന്ദ്രൻ ഇപ്പോ സമൂഹ മാധ്യമത്തിൽ മൊത്തത്തില് മീഡിയസിൽ മൊത്തത്തിൽ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തോ ഒരു നാണം കുഴപ്പമില്ല. മറ്റവന്റെ യദുവിന്റെ ഇപ്പൊ ലൈഫിനെ വെച്ച് കളിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഇപ്പൊ ഇന്നലെയാന്ന് തോന്നുന്നു സസ്പെൻഡ് ചെയ്തു, മാറ്റി നിർത്തി, ജോലിയിൽ നിന്ന് താൽക്കാലികമായിട്ട് മാറ്റി നിർത്തി. ഒരു കേസ് നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ആര്യ രാജേന്ദ്രൻ മാറി നിൽക്കുന്നില്ല? ഇക്വാളിറ്റി ആണെങ്കിൽ അവര് മാറി നിൽക്കണ്ടേ? അല്ല, യദുവിന്റെ കേസ് പോലും എടുത്തിട്ടില്ല. അത് ആ വുമൺ കാർഡ് ഉള്ളത് കൊണ്ടാണ്. ഇല്ല, അതാണ് എടുത്തു, ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തല്ലേ. ഓക്കെ. അപ്പൊ വിഷ്ണു ചേട്ടാ, ഒരു കാര്യം ഉള്ളത്, യദുവിന്റെ കേസ് എടുത്താലും ഇപ്പൊ മേയർക്കോ അവർക്കോ എതിരെ എന്തെങ്കിലും ചെയ്യാം. കാരണം പൊതുവെ നിയമം ലംഘിച്ചതായാലും ഡ്രൈവറിനല്ലേ വരത്തുള്ളൂ. അപ്പൊ ശരിക്കും ഇതിൽ ഞാൻ അതുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയാൻ വന്ന രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാല്, ബേസിക്കലി ഇവര് പൊതുവെ യദുവിനെ കുറിച്ച് പറയുന്ന ഒരു സംഭവം എന്താണ്, ഇവന് പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ട്. ഇവൻ ഇങ്ങനെ മോശമായിട്ട് പെരുമാറിയതോ അല്ലെങ്കിൽ ഇവന് പ്രീവിയസ് ആയിട്ട് മോശമായിട്ട് നടന്നതിന്റെ ഹിസ്റ്ററീസ് മറ്റും ഉള്ളത് കൊണ്ട് ഇവൻ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് വിശ്വസിക്കാൻ, അല്ലെങ്കിൽ ഇവൻ ഈ തെറ്റ് ചെയ്തു എന്നുള്ളത് വിശ്വസിക്കാൻ വളരെ എളുപ്പമാണെന്നുള്ളതാണ് പറയുന്നത്. ഞാൻ കുറച്ച് പ്രീവിയസ് ഹിസ്റ്ററി പറയാം. എത്ര പേർക്ക് തൊട്ര പാക്കലാം ഓർമ്മയുണ്ട്?
ഓർമ്മയുണ്ടോ? ആര്യ രാജേന്ദ്രന്റെ കല്യാണ സമയത്താണ് ആ സംഭവം പറഞ്ഞത്. ഒരു പാവപ്പെട്ട ഞാൻ തേച്ച സംഭവം ഓർമ്മയുണ്ടോ? സൊൾറ പാക്കല. ആ ആ ആ ആ ആ. ഓക്കെ ഓക്കെ, ഓർമ്മയുണ്ടല്ലേ? ആ ബൈക്കിൽ ബൈക്ക്. അത് ഇരുന്ന ഒരു ആ ഫോട്ടോ ഒക്കെ വന്നത്. ആ അതൊരു സാധനം. രണ്ടാമത്തെ സാധനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് കൊച്ചിനെയും കൊണ്ട് ഉം. എന്താ കൈക്കുഞ്ഞിനെയും കൊണ്ട് ഓഫീസിൽ വന്നൊരു ഷോ ഇറക്കിയായിരുന്നു. ഓർമ്മയുണ്ടോ? ആ, അതെ അതെ അതിന്റെ അതെ. പേരിൽ കുറെ പ്രശ്നം. പിന്നെ ആറ്റുകാൽ ആറ്റുകാൽ പൊങ്കാലയുടെ പൊങ്കാല. ആറ്റുകാൽ പൊങ്കാലയുടെ മറ്റേ എന്തോന്ന് കല്ല് പറക്കി വിറ്റ കാര്യം. ആ ഉം, അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റേ എന്താ പിൻവാതിൽ നിയമനം. ഇത്രയും ഉം. അലിഗേഷൻസ് ഉണ്ടായിട്ട് എന്തിന്റെയെങ്കിലും പേരില് പുള്ളിക്കാരി ഒരു സത്യം പറഞ്ഞിട്ടുണ്ടോ? Yes. ഈ കേസുകൾ, ഈ മറ്റേ കല്ല് പുറക്കി വിറ്റത് അല്ലെങ്കിൽ പോയിട്ട് ആ പിൻവാതിൽ നിയമനത്തിനൊക്കെ കേസ് എവിടെ പോയി? ഇതൊന്നും തെളിഞ്ഞിട്ട് പോലുമില്ല. മറ്റേ യദുവിന്റെ കേസാണെങ്കിൽ കോടതി വെറുതെ വിട്ട സംഭവമാണ്. ഉം. ഈ ആ, കേസുകളൊക്കെ ഇപ്പോഴും നിലനിൽപ്പുണ്ട്. ഇതൊന്നും തെളിഞ്ഞിട്ടുമില്ല. ഇതിൽ ഒരൊറ്റ സ്ഥലത്ത് ആര്യ രാജേന്ദ്രൻ സത്യം പറഞ്ഞിട്ടില്ല. അങ്ങനെ സത്യം പറയാത്തൊരു സ്ത്രീ ഈ ഒരു കാര്യത്തിൽ മാത്രം സത്യം പറഞ്ഞു എന്ന് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഈ സത്യം പറഞ്ഞു എന്ന് പറഞ്ഞ് റഹീം നടത്തിയ പത്രസമ്മേളനത്തിൽ ആദ്യം റഹീം എന്തോന്ന് തെളിയിച്ചത് മറ്റേ എന്തുവാ സച്ചിൻ ദേവിന്റെ കള്ളമാണ്. അതെ. അല്ലേ? അപ്പൊ ഈ അതെന്നെ കള്ളങ്ങൾ പൊളിഞ്ഞു. മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കള്ളങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവര് യഥാർത്ഥത്തിൽ ഇനിയിപ്പോ ഇങ്ങാനും യഥാർത്ഥത്തിൽ ഈ സംഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോട്ട് യെസ്. ഇനി അങ്ങേര് മറ്റേ മറ്റേ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതിൽ വണ്ടി റോട്ടിൽ നിർത്തിയിട്ട് ഇറങ്ങി വന്ന് ബാക്കിൽ ഇരുന്ന ആര്യ രാജേന്ദ്രനെയും കസിൻ സിസ്റ്ററെയും ഈ പറയുന്ന ആംഗ്യം കാണിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ അങ്ങനെ പറഞ്ഞു നമ്മൾ വിശ്വസിക്കാം. പക്ഷെ അങ്ങനെ വിശ്വസിക്കുന്നില്ല. പറഞ്ഞ് വിശ്വസിക്കാനായിട്ട് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ ഈ എന്താ പറയാ മൊത്തം സ്ഥാപിച്ചത് ഈ പറയുന്ന LDF ഗവൺമെന്റ് അല്ലേ? നിങ്ങൾ അതെ. എന്ത് ചെയ്താലും അത് പൊക്കോന്നല്ലേ പറഞ്ഞത്? ഇത്രയും ദൂരം, അത് ഏത് സ്ഥലം എന്ന് ആലോചിച്ച് നോക്ക്. ഈ പറയുന്ന ആ, ഈ പാളയം ആ സ്ഥലം, PMG പാളയം, ഈ സ്ഥലത്ത് മുക്കിന് ആർട്ടിഫിഷ്യൽ ക്യാമറ ഉണ്ടോ? ക്യാമറ ഉണ്ടോ? ഇത് ഒരെണ്ണത്തിൽ പോലും ഇത് ഇത് പിടിച്ചിട്ടില്ല. ഇതൊന്നും ചേ- വർക്ക് ചെയ്യുന്നില്ലേ? ചേട്ടാ, ഇത് കണ്ടിട്ട് പ്രായമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ആരും കണ്ടോ, ഞങ്ങൾ ഇതുകൊണ്ടാണ് നേരത്തെ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തതെന്ന് അവർ പറയും. ബസ്സിലെ അല്ല, നീ ഒന്ന് ആലോചിച്ച് നോക്ക്, എവിടത്തേക്ക് മെമ്മറി കാർഡ് പോയി? ബസ്സിലെ മെമ്മറി കാർഡ് പോയി, റോട്ടിലുള്ള മൊത്തം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയുടെ മെമ്മറി കാർഡ് പോയി, മറ്റേന്തോ ആ ബസ്സിൽ ഇരുന്ന ആൾക്കാരുടെ മെമ്മറി കാർഡും പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരാൾ പോലും ഇതിനെതിരെ അത് പറയാൻ മറ്റേ വന്നില്ലല്ലോ. അപ്പൊ അവരുടെ മെമ്മറി ട്രാഷൻ കാർഡിന് എന്തോ പറ്റിയിട്ടുണ്ട്. ട്രാഷിന് ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞു. ആരോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അല്ല, നമ്മൾ പക്ഷെ അംഗീകരിക്കേണ്ട സച്ചിൻ ദേവനെയാണ്. കാരണം ആ പാളയത്തിന് അവിടെ നിന്ന് കയറി ഈ ഒരു ഇഷ്യൂവിന്റെ പേരിൽ ബസ് ഡിപ്പോയിലോട്ട് എടുക്കാൻ പറഞ്ഞപ്പോൾ സച്ചിൻ ദേവ് പറഞ്ഞു എനിക്കൂടെ ഒരു ടിക്കറ്റ് എടുക്കാൻ. ടിക്കറ്റ് തരണേന്ന്. ആ മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. കാരണം അത്രയും എന്താ പറയാ, അങ്ങനെ ഒരു MLA കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടുകാരുടെ ഭാഗ്യമാണ്. അല്ല, ഇവിടെ വ്യക്തമായിട്ടുള്ള ഇത് ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആര്യ രാജേന്ദ്രൻ്റെ കൂടെ തന്നെയാണ്. പക്ഷേ ഇതുപോലുള്ള കുറേ കള്ളങ്ങളും ബാക്കി നമുക്ക് വിശ്വസനീയമല്ല. ഒരു കോമൺ പീപ്പിളിനെ കാണുമ്പോൾ തന്നെ ഇതിലെന്തോ ഇപ്പം ഡെവിൻ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നുള്ളത് കൊണ്ടിട്ട് ബാക്കിയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിലുള്ളവർക്ക് എതിർക്കാം. സ്വാഭാവികമായിട്ടൊരു പൊളിറ്റിക്കൽ ഉള്ള ഞാൻ ഒരിക്കലും അതിനൊരു കമ്മ്യൂണിസ്റ്റ് ഇതിലേക്ക് കൊണ്ടുവെക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഇതിൽ അല്ല കൊണ്ടുവെക്കണം, ഏട്ടാ, ഞാൻ ആദ്യം കമ്മ്യൂണിസ്റ്റുകാർ ഇത് സപ്പോർട്ട് ചെയ്യണം. എത്ര കമ്മ്യൂണിസ്റ്റുകാർ ആര്യ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഞാൻ വളരെ കുറച്ചുപേരെ കുറച്ച് പേരാണ്. കാണുന്നുണ്ട്. ചേട്ടാ സപ്പോർട്ട് ഒരു ചെയ്യുന്നുണ്ട് ചേട്ടാ, ചേട്ടാ ചെയ്യുന്നുണ്ട് ചേട്ടാ. അന്തം കമ്മികൾ എന്ന് വിളിക്കുന്ന ചുമ്മയൊന്നുമല്ല ചേട്ടാ. നാണമില്ലാത്ത ഒരു വർഗമായി മാറിക്കൊണ്ടിരിക്കുക അവര്. നാണമില്ലാത്ത വർഗം ഉറപ്പായിട്ട് നമുക്ക് ചുമ്മാ പറയാൻ പറ്റും. ഇതിനെയൊക്കെ ന്യായീകരിക്കുന്ന എത്ര പേര് എന്റെ ഫ്രണ്ട്സ് ഉണ്ടെന്ന് അറിയാമോ? എന്റെ ഫ്രണ്ട്സ് പോലും അവരുടെ ഡെയിലി സ്റ്റാറ്റസിൽ ഞാൻ കാണുന്നുണ്ട്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരും ഉണ്ട്. അല്ല, നീ ഇപ്പം ഇങ്ങനെ പറയുമ്പോഴും നീ ഇപ്പം ചിലപ്പം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായതുകൊണ്ട് സംസാരിക്കുന്നു എന്നേ വിചാരിക്കുകയുള്ളൂ. അതിനെ അല്ല ഇല്ല, അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനല്ല. കമ്മ്യൂണിസം നല്ലതാണ്. കമ്മ്യൂണിസം അവിടെ ഈ ഒരു 4 വർഷം അനുഭവിച്ചത് മാത്രം കൊണ്ട് പറഞ്ഞതൊന്നും അല്ല. അല്ല, നമ്മളെ പോലും സോഷ്യൽ മീഡിയയിൽ നമ്മളെ കൂടെയുള്ള ഫ്രണ്ട്സ് കണ്ടിട്ടില്ല പോസ്റ്റ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ചേട്ടാ കുഴപ്പമില്ല ചേട്ടാ, അവരവർക്ക് അവരവരുടെ രാഷ്ട്രീയമുണ്ട്. പക്ഷേ അല്ല എടാ, എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ പറയുന്നത് അവർ സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് ചെയ്യുന്നു ഇല്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ വ്യക്തിപരമായി ഇവർ ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ അവർക്കൊരു ചോയ്സ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കാരണം എന്തെന്ന് വെച്ചാൽ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അച്യുതാനന്ദയൊക്കെ ഒരു 2016 വരെയൊക്കെ പാർട്ടിയിൽ ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിമർശനങ്ങളാകാമായിരുന്നു, അതിനെതിരെ ഉള്ള നടപടികൾ എടുക്കുമായിരുന്നു. ഒരുപക്ഷെ CPIയിലൊക്കെ ഇപ്പോഴും അത് നടക്കുന്നുണ്ട്. പക്ഷെ CPM വരുന്ന സമയത്തുള്ള പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പാർട്ടിയിലെ ആൾക്കാരും വിമർശനങ്ങൾക്ക് അതീതമാണ്. നമ്മുടെ പാർട്ടിയെക്കുറിച്ചോ നമ്മുടെ പാർട്ടി മെമ്പേഴ്സിനെ കുറിച്ചോ ഒരു വിമർശനവും പാടില്ല, പാർട്ടിക്കാർക്ക് എന്തും ചെയ്യാം. ഇതാണ് ഇപ്പോഴത്തെ നയം. അപ്പൊ അങ്ങനെ ഒരു നയം വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ബുദ്ധിമുട്ട് തന്നെയാണ്.
അതല്ല, ഈ അന്തം കമ്മികളും ഈ അന്തം സംഖ്യകളും അന്തം കൊങ്ങികളൊക്കെ ഈ നാടിന്റെ ശാപം തന്നെയാണ്. ഞാൻ ആ വാക്കിനോട് സത്യം പറഞ്ഞാൽ യോജിക്കുന്നില്ല. അന്തം കമ്മി എന്ന് പറഞ്ഞൊരു വാക്കിനോട് സത്യം പറഞ്ഞാൽ ഞാൻ അന്തം കമ്മിയല്ല, നിവൃത്തികേടാണ്. അവർക്ക് ഈ പറയുന്ന രീതിയിൽ അവർ പറയുന്ന അല്ലല്ല, ചേട്ടാ, നിവർത്തികേടല്ലാത്തവരുണ്ട്. നിവർത്തികേടായവരാരാണ്? ഇതിനെക്കുറിച്ച് മനസ്സിലായവരാണ്. ഓക്കെ, ഇങ്ങനെയാണ് സിറ്റുവേഷൻ, നമുക്ക് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ പ്രതിരോധിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായവരാണ് നിവർത്തികേട് കൊണ്ട് സംസാരിക്കുന്നത്. ചിലവരുണ്ട്, എന്തൊക്കെ നമ്മൾ സംസാരിച്ചാലും ഫാക്റ്റ് വെച്ച് സംസാരിച്ചാലും അതിനെ അംഗീകരിക്കില്ല. അതിപ്പം ഈ കമ്മി എന്നുള്ള ലേബൽ മാത്രമല്ല, ഈ സംഘികൾ എന്ന ലേബലിൽ തന്നെ നമുക്ക് ഇതുപോലത്തെ ആൾക്കാരെ കാണാം. അവരെന്തൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ അങ്ങോട്ട് മാറി സംസാരിക്കില്ല. അവർ പിടിച്ച തെറ്റുകൾ സമ്മതിക്കുക, എന്താണ് ഇഷ്യൂ എന്ന് മനസ്സിലാക്കുക, അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തിരുത്തൽവാദം എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ ഇപ്പം ആ ഡിക്ഷണറിയിൽ നിന്ന് പോയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നോ അത് ശരി, ആ ശരീനെ വെച്ചിട്ട് നമ്മൾ മാക്സിമം ന്യായീകരിക്കുക. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരെ നമുക്ക് കാണാൻ പറ്റത്തില്ല, നമുക്കിപ്പോൾ ന്യായീകരണ തൊഴിലാളികളെ മാത്രമേ കാണത്തുള്ളൂ. ഇപ്പം നമുക്കറിയാലോ, CITU മറ്റ് അവിടെയൊക്കെ പണിയില്ല. അപ്പൊ അതുകൊണ്ട്, കാരണം അവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണി ചെയ്യുന്ന വേറെ ആൾക്കാർ ചെയ്യും. ഇതിപ്പോ നമ്മൾ നോക്കൂലിയാണല്ലോ പല സ്ഥലത്തും കൊടുക്കുന്നത്. അപ്പൊ അവർക്കും തോന്നത്തില്ല നമ്മൾ ഇങ്ങനെ നോക്കൂലി മാത്രം വെച്ച് ജീവിക്കും, എന്തെങ്കിലുമൊക്കെ പണി ചെയ്യണ്ടേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ന്യായീകരണം എന്ന് പറയുന്ന ഒരു പണി ചെയ്യുന്നു. ന്യായീകരണം ഇപ്പം CITU ഒക്കെ പോലെ തന്നെ ന്യായീകരണ തൊഴിലാളികൾ എന്നുള്ള രീതിയിൽ അതിപ്പം ഈ പറയുന്ന എന്താ പറയുക, ഒരു പാർട്ടിയെ മാത്രമായിട്ട് പറയുന്നില്ല, എല്ലാ പാർട്ടിയിലും ഉണ്ട് ന്യായീകരണ തൊഴിലാളി. പക്ഷെ കമ്മ്യൂണിസ്റ്റിന് കുറച്ച് കൂടുതലാണ്, അത്രേ ഉള്ളൂ. അതെ, ന്യായീകരണത്തിന് വേണ്ടിയിട്ട്, ന്യായീകരണത്തിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുറേ സംഭവങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ ഒരു നടി വന്ന് എന്തോ സംസാരിച്ചു, യദുവിനെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ മാത്രമല്ല, ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ മാത്രമല്ല. ഇത് കഷ്ടമാണ്. ഞാൻ അതാണ് ചോദിക്കുന്നത്, ഇതൊക്കെ ഇവിടെ എന്തിനാണ് പറയുന്നത്? വൈ? എന്താ പറയാ, നമ്മളൊരു കാര്യം പറയാം, നമുക്കിപ്പം ഞാനിപ്പോ ഇമോഷണലി ഹർട്ട് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും? എനിക്കിതിന് ഒരു എന്താ പറയുക, ഒരു ന്യായം കിട്ടണം. ഈ ന്യായം കിട്ടാൻ ഏറ്റവും കൂടുതൽ മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് മേയർ. ആരോ പറയുന്ന പോലെ പാളയത്താണ് എന്താ പറയുക വണ്ടി തടഞ്ഞു നിർത്തിയത്. ആ പാളയത്തിന് ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞാൽ തമ്പാനൂർ ബസ് സ്റ്റാൻഡാണ്. തമ്പാനൂർ ബസ് സ്റ്റാൻഡ് വരെ ഇവർക്ക് പോകാൻ പറ്റുമെങ്കിൽ, മേയറുടെ സ്ഥലമാണ്, തിരുവനന്തപുരമാണ്. തമ്പാനൂർ ബസ് സ്റ്റാൻഡ് വരെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ നിയമ നടപടികൾ ഇവർക്ക് എടുക്കാം? ഒരു പ്രശ്നവുമില്ലാതെ ഇത് വളരെ നീറ്റായിട്ട് കൈകാര്യം ചെയ്യാം. അതിന് നമ്മൾ പറയുന്ന വേർഡാണ് പക്വത. മനസ്സിലായി? വളരെ പക്വമായിട്ട് ഈ കാര്യം ചെയ്യാമായിരുന്നു. മനസ്സിലായില്ലേ? പക്ഷേ അത് ചെയ്യാത്ത കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, പക്വത ഈ പ്രായത്തിലല്ല ഒരു മേയർ ആവേണ്ടത്. മേയർ ആവുകയാണെങ്കിൽ കുറച്ച് പക്വതയോടുകൂടി കാര്യങ്ങൾ തീരുമാനിക്കും. അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു വരും. എന്താണ് പ്രായത്തിന്റെ ബേസിൽ പക്വതയും, അതെ ഏജിന്റെ ബേസിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആവുന്നുണ്ടെങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, 16 വയസ്സിൽ ഇലക്ഷന് വോട്ട് ചെയ്യാൻ സമ്മതിക്കുക, അല്ലെങ്കിൽ 15 വയസ്സിൽ ഇലക്ഷന് വോട്ട് ചെയ്യാൻ സമ്മതിക്കുക. എന്തുകൊണ്ടാണ് 12 വയസ്സിൽ പോയി വോട്ട് ചെയ്യാൻ സമ്മതിക്കാത്തത്? 18 വയസ്സ് കഴിഞ്ഞല്ലോ. അല്ലല്ല, ഞാൻ പറഞ്ഞത് ആ ഒരു സ്റ്റേറ്റ്മെന്റ്. എന്തിനാണ് 18 വയസ്സെന്ന് പറഞ്ഞ സാധനം വരുന്നത്? ഇലക്ഷന് ചിന്തിക്കാനുള്ള ഒരു പക്വത. അപ്പം പ്രായത്തിന് അതിൻ്റെതായിട്ടുള്ള സംഭവമുണ്ട്, എക്സ്പീരിയൻസിന് അതിൻ്റെതായിട്ടുള്ള സംഭവമുണ്ട്. നമുക്കൊരു പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു 60-70 വയസ്സുള്ള ഒരു രാഷ്ട്രീയക്കാരൻ സംസാരിക്കുന്നതും 25 വയസ്സുള്ള ഒരു രാഷ്ട്രീയക്കാരൻ സംസാരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് പ്രായത്തിൻ്റെതായിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ വട്ടിയൂർക്കാവ് MLA ഉണ്ട്, VK പ്രശാന്ത്. മനസ്സിലായില്ലേ? ആ പുള്ളിക്കാരൻ ഉണ്ടാക്കിയ ഒരു ഇമേജ് ഉണ്ട്. ആ പുള്ളിക്കാരൻ ഉണ്ടാക്കിയ ഒരു ഇമേജാണ് ഈ പറയുന്ന സ്ത്രീ കളഞ്ഞു വിളിക്കുന്നത്, അല്ലേ? ആ വട്ടിയൂർക്കാവിൽ ആ രീതിയിൽ ഭൂരിപക്ഷത്തോടു കൂടി VK പ്രശാന്ത് ജയിക്കാൻ കാരണം, അവിടെ അറിയാലോ BJP വളരെ രീതിയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ VK പ്രശാന്ത് ജയിക്കാനുള്ള കാരണം എന്താണ്? മേയർ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു പ്രതിച്ഛായയുണ്ട്. മനസ്സിലായില്ലേ? ആ പ്രതിച്ഛായയാണ് ഈ പക്വതയില്ലായ്മ കാരണം കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതൊരു പർട്ടിക്കുലർ വ്യക്തിക്കായിരിക്കാം, ഈ പറയുന്ന ആര്യ രാജേന്ദ്രനായിരിക്കാം. എന്ന് വെച്ചിട്ട് ഈ വയസ്സിലുള്ളവരെല്ലാം പക്വത ഇല്ലാത്ത അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഞാൻ അതല്ല പറയുന്നത്. ആ പുള്ളിക്കാരിയുടെ പക്വതയില്ലായ്മ, പ്രായത്തിന്റെ പക്വതയില്ലായ്മയാണ് ഞാൻ പറയുന്നത്. അത് കുറെ ഇൻസിഡന്റ് കൊണ്ട് തെളിയിച്ചു കഴിഞ്ഞു. 21 വയസ്സാകുമ്പോൾ വളരെ പക്വതയായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അത് അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് ആര്യ രാജേന്ദ്രന് കാണത്തില്ല. ചേട്ടാ, ഇത് പക്വതയില്ലായ്മ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. കാരണം ഒരു MLA-യുടെ ഭാര്യ കൂടിയാണ്. അവരുടെ അധികാരത്തിന്റെ ഭ്രാന്ത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റത്തില്ല. എനിക്ക് അധികാരത്തിന്റെ ധാർഷ്ട്യം തലയ്ക്ക് കയറുന്നത് പക്വതയില്ലായ്മയുടെ കുറവാണ്. മനസ്സിലായി? അധികാരത്തിന്റെ ആ ഒരു ധാർഷ്ട്യം തലയ്ക്ക് കയറാനുള്ള കാരണം പക്വതയില്ലായ്മയുടെ കുറവാണ്.
പക്വതയുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ ഈ അധികാര ദാഷ്ട്യം തലയ്ക്ക് കയറില്ല. ഉം. മനസ്സിലായില്ലേ? ഏറ്റവും ഇന്ത്യൻ പ്രസിഡന്റിന്റെ അത്ര എന്തായാലും ഈ പുള്ളിക്കാരിക്ക് ഇതുണ്ടാവോ, അധികാരം ഉണ്ടാവോ? ആ ജില്ലയെ ഇല്ല. സംബന്ധിച്ച് അപ്പൊ ഏറ്റവും അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന APJ പവർ അബ്ദുൽ ഉള്ളത് കലാമിന്റെ ഒക്കെ മേയർ അടുത്ത് പോയി തന്നെയല്ലേ. നോക്കാൻ പറയാം, പക്വത എന്താണെന്ന് കാണിച്ചു തരും. അതേട്ടാ, അപ്പം ആ, ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കുറേ സംഭവങ്ങൾ ഉണ്ടാവുന്നു. പുതിയ പുതിയ ആളുകൾ വരുന്നു, പുതിയ പുതിയ കേസുകൾ, പഴയ കേസുകൾ പൊങ്ങുന്നു. നമ്മുടെ ഭാഗത്താണ് ന്യായമെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം യദു എന്താ കട്ടിൽ കിടന്ന് മുള്ളിയ കഥ വരെ വരും. അല്ല, ഞാനൊരു നല്ലൊരു ട്രോള് കണ്ടു. മറ്റേ ടൈറ്റാനിക്കിൽ അഭിനയിച്ച മറ്റേ ഒരു ലേഡി ഉണ്ടല്ലോ. അപ്പോൾ പുള്ളിക്കാരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ, ഓക്കെ, യദുവിൻ്റെ ഇന്ന് മോശമായിട്ട് എനിക്ക് നേരിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊരു ട്രോള്. അല്ല, ഇതിപ്പം അല്ല, നമുക്ക് ബ്ലൈൻഡായിട്ട് യദുവിനെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ യദുവിനെ ഒരു രീതിയിലും ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നില്ല. സത്യം അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരാളെ നമ്മൾ എതിർക്കുമ്പോൾ അതിനർത്ഥം മറ്റേ ആളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല. നമ്മൾ എതിർക്കുന്നത് ആ ഒരു വ്യക്തി ചെയ്ത തെറ്റായ കാര്യമാണ്. എനിക്കിവിടെ യദുവിനെ എതിർക്കേണ്ട കാര്യമില്ല. കാരണം യദു ഇവിടെ അപ്രസക്തനാണ്. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷ അനുഭവിക്കണം. മനസ്സിലായില്ലേ? കാരണം യദു എന്ന് പറയുന്നത് ആര്യരാജേന്ദ്രനെ പോലെ ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയല്ല. അപ്പൊ യദുവിൽ നിന്നും അത്രയും പക്വമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പെരുമാറ്റ രീതി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. യദു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, യദു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടണം, തുറുങ്കിൽ അടയ്ക്കപ്പെടണം. യദുവിനെ കുറിച്ച് ഇവിടെ സംസാരിക്കാത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, യദു ഒരു സമൂഹത്തിലെ ഒരു എന്താ പറയാ ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ മേയർ ലെവലിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരിയുടെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഒരു പെരുമാറ്റമല്ല ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം മേയർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരുപാട് പേരോടുള്ള ഒരു കടമയുണ്ട്. ആ കടമ വെച്ച് നോക്കുമ്പോൾ ഇതല്ല എക്സ്പെക്ട് ചെയ്യുന്നത്. യദുവിനെ കുറിച്ച് നമ്മൾ എന്തിനു പറയണം? അവൻ തെറ്റ് യദു ആണോ ഈ ലോകത്ത് ആദ്യമായിട്ട് സ്ത്രീകളോട് മോശം പ്രവർത്തിക്കുന്ന വ്യക്തി? അല്ലല്ലോ. അപ്പൊ യദുവിനെ പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ ഒരാളാണ് യദു. ആ ഒരുപാട് ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ള അതേ ശിക്ഷ യദുവിനും കിട്ടണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇനി നമ്മളിവിടെ എന്ത് പറയാനാണ്? ശരിക്കും ബസ്സിലുള്ള യാത്രക്കാരെ പുറത്തിറക്കിയായിരുന്നു അത് ആ വാർത്ത? രണ്ടും പറയുന്നു. എന്തായാലും ടിക്കറ്റ് എടുത്തിട്ട് നമ്മുടെ സച്ചിൻ ദേവ് പറഞ്ഞല്ലോ തമ്പാനൂര് പോവാൻ. പിന്നെ പുറത്തിറക്കി കാണത്തില്ല, പക്ഷെ പുറത്തിറക്കിയെന്നാണ്. ഏതായാലും മെമ്മറി കാർഡൊന്നും ഇനി എന്തായാലും കിട്ടാൻ പോണില്ല. പാളയത്ത് തന്നെ കടന്നു. അതുകൊണ്ട് ആ ബസ് എന്തായാലും തമ്പാനൂര് അപ്പൊ പോയിട്ടില്ല. വേറെ ട്രോള് വന്നത് ബസ് കുഴിച്ചുവിടാനായിരുന്നു ആദ്യത്തെ പ്ലാന്, പിന്നെ മെമ്മറി കാർഡ് മാത്രം ഊരി എന്നൊക്കെ പറഞ്ഞ് വേറൊരു ട്രോള് വന്നു. മറ്റേ ഇവനാണെങ്കിൽ അത് മെമ്മറി കാർഡ് ഉണ്ടെന്ന് പോലും അറിഞ്ഞൂടാത്ത പയ്യനാണെന്നാണ് തോന്നുന്നത്. മറ്റേ ഇത് അല്ല, റെക്കോർഡിങ് കാണിക്കും, അവരുടെ സ്ക്രീനിലുണ്ടെങ്കിൽ കാണിക്കും. അതിൽ റെക്കോർഡ് ആവുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പില്ല. ചിലപ്പോൾ KSRTCയുടെ കാര്യം ഈ ക്യാമറ പോലെയൊക്കെ തന്നെ ആയിരിക്കും ഈ ക്യാമറയും. ഉണ്ടെന്ന് നമുക്ക് തോന്നും, പക്ഷെ അതിനകത്തൊന്നും കാണൂല. ഓക്കെ, അപ്പം നമുക്കിനി എന്താണ് ഇതിൻ്റെ മാറ്റങ്ങൾ എന്ന് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. അപ്പോൾ എല്ലാവർക്കും